ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് UDF എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാലിപ്പോൾ എക്സൈസ് മന്ത്രി എഴുതി കൊടുത്തതനുസരിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുക. ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അറിയിപ്പ് വന്നത് എക്സൈസ് മന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു. ഗൂഢാലോചനയെക്കുറിച്ച്, ഈ ശബ്ദ സന്ദേശത്തെക്കുറിച്ചല്ല, ഇതിലുണ്ടായ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം തുടരുന്നു. പക്ഷേ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷേ ഗൂഢാലോചന ഞങ്ങൾ അന്വേഷിക്കും. UDF ആവശ്യപ്പെട്ടത് ശബ്ദ സന്ദേശത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് ഒരിക്കലും നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്താൻ കഴിയില്ല. കാരണം ഇത് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും കൂടി അംഗീകരിച്ച ഒരു കാര്യമാണ്. എക്സൈസ് പോളിസിയിലെ മാറ്റത്തെ സംബന്ധിച്ച് ബാർ ഉടമകൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ബാറും 2.5 ലക്ഷം രൂപ വീതം പിരിവ് തരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. ആദ്യം എക്സൈസ് മന്ത്രി വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു എക്സൈസ് പോളിസിയെക്കുറിച്ച് ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിരുന്നില്ല. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് വാർത്ത വരുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറോ ജോയിൻറ്റ് ഡയറക്ടറോ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ബാർ ഉടമകളും അതുപോലുള്ള ടൂറിസത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ പ്രധാന അജണ്ട എന്താ? എക്സൈസ് പോളിസി മാറ്റുന്നതിനെക്കുറിച്ചാണ്. ആ മീറ്റിങ്ങിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടൂറിസം മന്ത്രിയാണ് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത്. എന്താ? ഡ്രൈ ഡേ മാറ്റണം. ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ അനുവദിച്ചു, അത് മാറ്റണം. അതുപോലെ ബാറിൻ്റെ സമയം രാത്രി 12 മണി വരെ സമയം ദീർഘിച്ചു കൊടുക്കണം. ഇത് രണ്ടും ടൂറിസം വകുപ്പിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും അതിന് മുഖ്യമന്ത്രിയുടെ കൂടി അറിവും സമ്മതവും ഇല്ലാതെ ബാർ ഉടമകൾക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് ആർക്ക് കൊടുക്കാൻ കഴിയില്ല. എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയുടെയും കൂടി ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണപ്പിരിവ് നടന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത അന്വേഷിക്കണം. എത്ര കോടി പണം പിരിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ ഗുണം എത്ര കിട്ടി, ഇതൊക്കെയാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാനാണ് എക്സൈസ് വകുപ്പ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. ശരിയാ, സംസ്ഥാനം ടൂറിസത്തിന് വരുമാനം വർദ്ധിക്കണം, ബാർ ഉടമകൾക്ക് അവരുടെ വരുമാനം വർദ്ധിക്കണം. അതിനു പുറമേ അതിൻ്റെ ഗുണഫലം CPM-നും കിട്ടണം. എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അതുമെല്ലാം ഉദ്ദേശിച്ചാണ് ഒരു ബാർ ഉടമ 2.5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത കാലത്തല്ലേ UDF ഭരണകാലത്ത് 1 കോടി രൂപ ശ്രീ KM മാണി ബാർ ഉടമകളിൽ നിന്ന് വാങ്ങിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്തെല്ലാം സമരങ്ങൾ നടത്തി, കോടതിയിൽ പോയില്ലേ അവർ? ആ സമരങ്ങളുടെ എല്ലാം അവസാനം നമ്മൾ കണ്ടതല്ലേ. KM മാണി സാറിനെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു, അവിടം വരെ എത്തി. അതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി പറഞ്ഞിട്ടും സമരം നടത്തിയ ആളുകളാണ്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾ അതിശക്തമായ സമരം സംസ്ഥാനം ഒട്ടുക്ക് നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ 10-ാം തീയതി നിയമസഭ കൂടുന്നു. 12-ാം തീയതി UDF നിയമസഭാ മാർച്ച് നടത്തുക. ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 2 മന്ത്രിമാരെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ മാർച്ച് 12-ാം തീയതി ആരംഭിക്കുകയാണ്. അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ജില്ലാതലത്തിൽ കുറേ കൂടി താഴത്തെ തലത്തിൽ ഈ സമരം ശക്തമായി നടത്തും. 10-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭയ്ക്കകത്തും UDF ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് അവർ നിയമസഭയിലെ UDF ശക്തമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തും.
സഭയ്ക്കകത്തും പുറത്തും ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് വരെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള UDFൻ്റെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. DK ശിവകുമാർ പറഞ്ഞതിനെക്കുറിച്ചും അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേരളത്തിലെ സർക്കാരിനെയോ UDFനെയോ ബാധിക്കുന്ന കാര്യമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ